ഹലോ. അപ്പം ഞാനിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ റിമൈനിങ് ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ സൈസ് ഓഫ് ആൻ അഡ്രസ് ഈസ് 4 bytes, ദ ടോട്ടൽ അഡ്രസ്സബിൾ മെമ്മറി വിൽ ബി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ട്, അഡ്രസ്സിൻ്റെ സൈസ് തന്നിട്ടുണ്ട് 4 bytes. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അഡ്രസ്സബിൾ മെമ്മറി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന അഡ്രസ്സ് എത്ര ബൈറ്റാണെന്ന് നോക്കാം. അതിനെ നമ്മൾ ബിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജനറലി പറഞ്ഞാൽ n ബിറ്റ്സാണ് എൻ്റെ അഡ്രസ്സിൻ്റെ സൈസെങ്കിൽ, n ബിറ്റ്സാണ് സൈസെങ്കിൽ, ദ ടോട്ടൽ അഡ്രസ്സബിൾ ലൊക്കേഷൻ I can address is 2 raised to n. ഓക്കെ, അപ്പോൾ 4 bytes ആണെന്നുണ്ടെങ്കിൽ എത്ര ബിറ്റ് ആയിരിക്കും? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ 4 bytes എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 × 8 32 ബിറ്റ്സ് ആണ്. അപ്പോൾ 32 ബിറ്റ്സ് ആണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാം? 2 raised to 32 ലൊക്കേഷൻസ് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ 2 raised to 32 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് 2 raised to 32 എന്ന് പറഞ്ഞ ആൻസർ ഇല്ല. ഇതെല്ലാം MBയിലും GB-യിലും KB-യിലൊക്കെ കിടക്കണം അല്ലേ. അപ്പോൾ അതിനി എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്നുള്ളത് പറയാം. അതായത് നമുക്ക് 32 ബിറ്റ്സ് എന്ന് കിട്ടി അല്ലേ. അതായത് 4 × 8 32 ബിറ്റ്സ് എന്ന് കിട്ടി. വി ക്യാൻ അഡ്രസ് അപ് ടു 2 raised to 32 ലൊക്കേഷൻസ്. ഈ 2 raised to 32 എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 2 raised to 10 × 2 raised to 10 × 2 raised to 10 × 2 സ്ക്വയർ എന്ന് എഴുതാം. ആദ്യം ഇത്രയും ചെയ്താൽ മതി. നിങ്ങൾ 2 raised to 10ൻ്റെ പവറിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യുക. 2 raised to 10 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1K ആണ്. 1K ഈസ് ഈക്വൽ ടു 2 raised to 10 അല്ലെങ്കിൽ 1024 ബിറ്റ്സിനെയാണ് നമ്മൾ 1K എന്ന് പറയുന്നത്. 2 raised to 10 ഈസ് 1024. അപ്പോൾ അതൊക്കെ 2 raised to 10 1K. അപ്പോൾ 2 1K ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മെഗ കിട്ടും. ഓക്കെ, ഇനി 3 1K ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജിജ കിട്ടും, ജിഗാ ബിറ്റ്സ്. അപ്പോൾ 2K ചേർന്നാൽ M, 3K ചേർന്നാൽ G. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 3 2 raised to 10 ചേർന്നാൽ ഒരു G ആയി അല്ലേ, ഒരു ജിഗയായി. അതിൻ്റെ കൂടെ ഒരു 2 സ്ക്വയർ കൂടെ ഉണ്ട്. 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 GB എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 16 MB 4 GB 256 MB 16 KB. അപ്പോൾ 4 GB എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ പറയണില്ല. നെക്സ്റ്റ് വൺ ഈസ് ഫ്രണ്ട് സൈഡ് ബസ് കണക്ട്സ്. ഫ്രണ്ട് സൈഡ് ബസ്. ഈ ഫ്രണ്ട് സൈഡ് ബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിസ്റ്റം ബസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രണ്ട് സൈഡ് ബസ് എന്ന് വെച്ചാൽ സിസ്റ്റം ബസ്സാണ് ഉദ്ദേശിക്കുന്നത്. അത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റും മെമ്മറിയും കൂടെ കണക്ട് ചെയ്യുന്നൊരു ബസ്സാണ് ഫ്രണ്ട് സൈഡ് ബസ്, സിസ്റ്റം ബസ്. ആക്ച്വലി ഇറ്റ് കണക്ട്സ് ദ പ്രോസസ്സർ ടു ദ മെമ്മറി ആൻഡ് ഓൾസോ ദ പെരിഫറൽസ് ഓൺ ദ മദർ ബോർഡ് എന്നാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം പ്രൈമറി ലിങ്ക് എന്ന് പറഞ്ഞാൽ CPU മെമ്മറിയും തമ്മിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോസസ്സറും മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ബേസിക് ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ഇനീഷ്യൽ പാർട്ട്, അതായത് ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഫസ്റ്റ് പാർട്ടിലുള്ള സിലബസ് ഞാൻ എടുത്തിട്ടില്ല. അത് ഓൾറെഡി എൻ്റെ വീഡിയോസിൽ കവർ ചെയ്യുന്ന ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് കേട്ടോ. അതായത് ബേസിക് സിസ്റ്റം കമ്പോണൻസ്, അതുപോലെ ബേസിക് ഓപ്പറേഷൻ കോൺസെപ്റ്റ്സ്, ഇതൊക്കെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ പ്ലേലിസ്റ്റിലുണ്ടാവും, നിങ്ങളും ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ആൻസർ. ദെൻ നെക്സ്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ് ഈസ് നോൺ ആസ് എ സൂപ്പർ ക്ലാസ്, സബ് ക്ലാസ്, ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇൻ്റർഫേസ്. ഒബ്ജക്റ്റാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ നമ്മളൊരു ക്ലാസ് ആയിട്ടാണ് പ്രോഗ്രാംസ് എഴുതുക. ആ ക്ലാസ്സിനകത്ത് വരുന്ന ഒരു ഇൻസ്റ്റൻസിന് ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ചിപ്പ് ഈസ് ദ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ? പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ, അതായത് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് മൈക്രോ പ്രോസസ്സർ ചിപ്സ് ഉണ്ട്. 8251 ഉണ്ട്, 55, 57, 59, കുറേ ചിപ്പുകളുണ്ട്.
ഇതിൽ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8259 ആണ് പ്രോഗ്രാമബിൾ ഇൻട്രപ്റ്റ് കൺട്രോളർ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ഇത് കവർ ചെയ്യണില്ല. ഇത് പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസിൻ്റെ. അപ്പോൾ സിലബസ് ഓൾറെഡി മാറിയിട്ടുണ്ടാവാം മേ ബി. പക്ഷേ ഇതിൽ ഉള്ളതായതുകൊണ്ട് ഞാൻ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് ഏതാണെന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞുവിടാം കേട്ടോ. ജസ്റ്റ് ഇത് നോക്കി വെച്ചോളൂ കേട്ടോ. 8251 എന്ന് പറഞ്ഞാൽ യുസാർട്ടാണ് കേട്ടോ. 8251 യൂണിവേഴ്സൽ സിങ്കണസ് അസിങ്കണസ് റിസീവർ ട്രാൻസ്മിറ്റർ, അതാണ് യുസാർട്ട്. 8251. ദെൻ 8253 എന്ന് പറഞ്ഞാൽ ടൈമറാണ് കേട്ടോ, ടൈമർ. ദെൻ 8255 പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ് കേട്ടോ. പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ളതാണ്. പെരിഫറൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന മൈക്രോ കൺട്രോളറാണ് 8255. ദെൻ 57 എന്ന് പറഞ്ഞാൽ DMA, ഡയറക്റ്റ് മെമ്മറി ആക്സസ്. ദെൻ 59 അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, ഇൻട്രപ്റ്റ് കൺട്രോളർ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, അത് 8259. ദെൻ 8279 ഉണ്ട്, ഇത് കീബോർഡ് ഡിസ്പ്ലേ ഇൻ്റർഫേസ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കൺട്രോളേഴ്സ്. അപ്പോൾ ഇത്രയും ഓർത്തിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഇതിൻ്റെ കൂടെ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following language is not object oriented? Which of the following is not object oriented language? ഇതിൽ ജാവ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. സ്മോൾ ടോക്കും ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. സിമുല എന്ന് പറയുന്നതും ഒരു ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ് സിമുല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അല്ലാത്തത് അൽഗോളാണ് കേട്ടോ. അൽഗോളാണ് ഇതിനകത്ത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അല്ലാത്തത്. ദെൻ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ബൈനറി സെർച്ച് അൽഗോരിതം ഈസ്. ഈ ടൈം കോംപ്ലക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിൻ്റെ എത്ര ടൈം എടുക്കുന്നുണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ടൈം കോംപ്ലക്സിറ്റി നമ്മൾ പറയുന്നത്. ടൈം കോംപ്ലക്സിറ്റി നമ്മളിങ്ങനെ ഒരു ബിഗ് ഒ നൊട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ടൈം കോംപ്ലക്സിറ്റി ഓഫ് ബൈനറി സെർച്ച് എന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ലോഗൻ ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് ബെസ്റ്റ് സെർച്ച് മെത്തേഡ് എന്ന് പറയുന്നത് ഹാഷിംഗ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ബെസ്റ്റ് സെർച്ച് മെത്തേഡ്. HASHING ഹാഷിംഗ്. അപ്പോൾ അതിനകത്ത് ഓർഡർ ഓഫ് 1 ആണ് സെർച്ചിങ് ടൈം. ബൈനറി സെർച്ച് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഓർഡർ ഓഫ് ലോഗൻ ആണ് ഇതിൻ്റെ സെർച്ചിങ് ടൈം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് അല്ലാത്തവർക്ക് അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് ഓർത്ത് വെക്കാം. ഞാൻ കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറിയാണ് ബെറ്റർ നോൺ ആസ്. കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി എന്ന് പറഞ്ഞാൽ അത് അസോസിയേറ്റീവ് മെമ്മറിയാണ് കേട്ടോ. കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി എന്ന് വെച്ചാൽ അസോസിയേറ്റീവ് മെമ്മറിയാണ്. അതായത് കണ്ടൻറ്റ് അഡ്രസ്ബിൾ മെമ്മറി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ അഡ്രസ് ലൊക്കേഷൻസ് നോക്കിയിട്ടാണല്ലോ മെമ്മറിയിൽ നിന്നൊരു ഡേറ്റ പിക്കപ്പ് ചെയ്യുക. പക്ഷേ കണ്ടൻറ്റ് അഡ്രസ്സും മെമ്മറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കണ്ടൻറ്റ് ഏതാണോ ആ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സെർച്ചിങ് നടക്കുക. അത് അസോസിയേറ്റീവ് മെമ്മറിയാണ്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, ഇത് റീഡ് ഒൺലി മെമ്മറി. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രോസസ്സറിനും മെമ്മറിക്കും ഇടയ്ക്ക് യൂസ് ചെയ്യുന്നൊരു ഫാസ്റ്റ് മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അതായത് മെയിൻ മെമ്മറിയും പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെയിൻ മെമ്മറി ഈസ് വെരി സ്ലോ കമ്പയർഡ് ടു ദ പ്രോസസ്സർ. അപ്പോൾ പ്രോസസ്സറും മെയിൻ മെമ്മറിയും തമ്മിൽ എന്തെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് ഒരുപാട് സമയം പ്രോസസ്സറിന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രോസസ്സറിന് അങ്ങനെ വെയിറ്റ് ചെയ്യിക്കണം നല്ലതല്ല, കാരണം അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കുറയുവാണ്. അപ്പോൾ ആ സമയം നമുക്ക് വേറെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു ക്യാഷ് മെമ്മറി എന്ന് തന്നെ കോൺസെപ്റ്റ് വന്നത്. ക്യാഷ് മെമ്മറി നമ്മൾ മെയിൻ മെമ്മറിയുടെയും പ്രോസസ്സറിൻ്റെയും ഇടയ്ക്ക് വെക്കും. അപ്പോൾ ക്യാഷ് മെമ്മറിയിൽ എന്നും ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ക്യാഷ് മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കും. സോ ക്യാഷ് മെമ്മറിയിൽ നിന്ന് ഫാസ്റ്റായിട്ട് ഡേറ്റ ആക്സസ് ചെയ്യാൻ പ്രോസസ്സറിന് സാധിക്കും. അതാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ ക്യാഷ് മെമ്മറിയുടെയും ഓൾറെഡി എൻ്റെ ചാനലിൽ ക്യാഷ് മെമ്മറിയെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്, ആവശ്യമുള്ളവർ കാണാം. ദെൻ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് മെമ്മറി ഈസ് അവോയ്ഡഡ് ബൈ പേജിങ്. പേജിങ് എന്ന നമ്മൾ കോൺസെപ്റ്റ് 4th വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ തവണ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ക്വസ്റ്റ്യൻ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സോർട്ടിങ് അൽഗോരിതം ഈസ് ഫാസ്റ്റസ്റ്റ്. അതായത് സോർട്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതായത് നമ്മളിപ്പോൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ സോർട്ട് ഔട്ട് ചെയ്യില്ലേ,
അതിന് വേണ്ടിയിട്ട് പല ടെക്നിക്കുകൾ കമ്പ്യൂട്ടർ സയൻസ് അൽഗോരിതത്തിലുണ്ട്. അതിലൊന്ന് ഹീപ്പ് സോർട്ട്, ബബിൾ സോർട്ട്, ഇൻസെർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, ബക്കറ്റ് സോർട്ട്, റാഡിക് സോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സോർട്ടിംഗ് മെത്തേഡുണ്ട്. മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന അൽഗോരിതം എന്ന് വെച്ചാൽ ഹീപ്പ് സോർട്ടാണ് കേട്ടോ. അതിൻ്റെ കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് ലോഗനാണ്. നേരത്തെ നമ്മൾ ബൈനറി സെർച്ചിൻ്റെ പറഞ്ഞില്ല, അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി പറഞ്ഞല്ലോ. അതുപോലെ ഹീപ്പ് സോർട്ട് സോർട്ടിംഗ് അൽഗോരിതത്തിനും ഇതുപോലെ നമ്മൾ കോംപ്ലക്സിറ്റി പറയും കേട്ടോ. അതായത് എല്ലാ ടൈപ്പ് സോർട്ടിംഗ് അൽഗോരിതത്തിനും കോംപ്ലക്സിറ്റി ഉണ്ട്. അപ്പോൾ ഈ ആ കോംപ്ലക്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഇല്ല. വേണമെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് കോംപ്ലക്സിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാം കേട്ടോ. അതായത് നമുക്ക് രണ്ട് രീതിയിലുള്ള കോംപ്ലക്സിറ്റി ഉണ്ട് കേട്ടോ. ഒന്ന് സ്പേസ് കോംപ്ലക്സിറ്റി ഉണ്ട്, ടൈം കോംപ്ലക്സിറ്റി ഉണ്ട്. സാധാരണ ടൈം കോംപ്ലക്സിറ്റിയാണ് ചോദിക്കുക. ഈ ടൈം കോംപ്ലക്സിറ്റി തന്നെ ബെസ്റ്റ് കേസ് ഉണ്ട്, ആവറേജ് കേസ് ഉണ്ട്, വേഴ്സ്റ്റ് കേസ് ഉണ്ട്. ഇതിൽ ബെസ്റ്റ് കേസാണ്. വെറുതെ കോംപ്ലക്സിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബെസ്റ്റ് കേസാണ് പറയുക കേട്ടോ. അപ്പോൾ നമ്മൾ സെർച്ചിങ് മെത്തേഡിൽ ബൈനറി സെർച്ചിന് ഓർഡർ ഓഫ് ലോഗൻ പറഞ്ഞില്ലേ, അതുപോലെ സോർട്ടിൽ ഹീപ്പ് സോർട്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സോർട്ടിംഗ് ടെക്നിക്ക്. അതിൻ്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എൻ ലോഗനാണ് കേട്ടോ. ലോഗൻ അല്ല, ഓർഡർ ഓഫ് എൻ ഇൻറ്റു ലോഗൻ. അതിൽ മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട് ഇതിൻ്റെയൊക്കെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് എൻ ലോഗനാണ്. പക്ഷേ ക്വിക്ക് സോർട്ടിനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് കേസിലുള്ള ടൈം കോംപ്ലക്സിറ്റി അതിലും കുറഞ്ഞു പോകും, ഓർഡർ ഓഫ് എൻ സ്ക്വയർ ആകും. പക്ഷേ ഹീപ്പ് സോർട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഹീപ്പ് സോർട്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സോർട്ടിംഗ് ടെക്നിക്ക് കേട്ടോ. ബബിൾ സോർട്ട്, ഇൻസെർഷൻ സോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഓർഡർ ഓഫ് എൻ ആണ് അതിൻ്റെ കോംപ്ലക്സിറ്റി. സെലക്ഷൻ സോർട്ട് ഓർഡർ ഓഫ് എൻ സ്ക്വയർ. അപ്പോൾ ഇത്രയും സോർട്ടിംഗ് ഒക്കെയാണ് കോമൺ ആയിട്ട് വരിക. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഹീപ്പ് സോർട്ടാണ് ബെസ്റ്റ് സോർട്ടിംഗ് ടെക്നിക്ക്, ഓർഡർ ഓഫ് എൻ ഇൻറ്റു ലോഗൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ തവണ നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ദ ഡീഫോൾട്ട് ക്ലാസ് ഫോർ എ വേരിയബിൾ ഇൻ സി ഈസ്. ഡീഫോൾട്ട് ക്ലാസ് ഫോർ എ വേരിയബിൾ ഇൻ സി. അതായത് സി ലാംഗ്വേജിനകത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകിൽ ഓട്ടോമാറ്റിക് വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഡീഫോൾട്ടായിട്ടുള്ള സിയിൽ നമ്മൾ ഇങ്ങനെ കീവേഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതായത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ എനിക്ക് AUTO ഓട്ടോ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം, സ്റ്റാറ്റിക് ആണെങ്കിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യാം. എന്നിട്ടാണ് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. പക്ഷേ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, പറയാതെ വെറുതെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ, അല്ലെങ്കിൽ ലോക്കൽ എന്നും പറയും. ലോക്കൽ വേരിയബിൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിളായിട്ടായിരിക്കും സിയിൽ ഡീഫോൾട്ടായിട്ടുള്ള ക്ലാസ്, വേരിയബിളിൻ്റെ ക്ലാസ്. ദെൻ എ USB ഹോസ്റ്റ് കൺട്രോളർ ക്യാൻ കണക്ട് ഡാഷ് ഡിവൈസസ്. എത്ര നമ്പർ ഓഫ് ഡിവൈസസ് ഒരു USBയുടെ ഹോസ്റ്റ് കൺട്രോളർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് 127 ഡിവൈസാണ് കേട്ടോ. USBയുടെ ഹോസ്റ്റ് കൺട്രോളിന് 127 ഡിവൈസസ് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ എ മിനിമം സ്പാനിങ് ട്രീ ക്യാൻ ബി ജനറേറ്റഡ് ബൈ ഡാഷ് അൽഗോരിതം. മിനിമം സ്പാനിങ് ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് അത് ട്രീയിൽ വരുന്നൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ട്രീ എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിലോട്ടൊന്നും പോകണില്ല. നിങ്ങൾ ഇത്രയും ഓർത്തിരിക്കുക. ഒരു മിനിമം സ്പാനിങ് ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രീ വരച്ച് കഴിഞ്ഞാൽ ആ ട്രീയിൽ കുറേ ഈ എഡ്ജസിനൊക്കെ ഒരു വെയിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിസ്റ്റൻസിൻ്റെ മെഷറിലായിരിക്കും, കോസ്റ്റിൻ്റെ മെഷറിലായിരിക്കാം. അപ്പോൾ അത് മാക്സിമം ഈ വെയിറ്റ് കുറച്ചിട്ട് എങ്ങനെ ഒരു ട്രീ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന കേസിൽ 2 മിനിമം സ്പാനിങ് ട്രീ കൺസ്ട്രക്ഷനാണ് നമുക്കുള്ളത്. ഒന്ന് ക്രൂസ്കൽ എന്ന് പറഞ്ഞ അൽഗോരിതം, ഒന്ന് പ്രിംസ് എന്ന് പറഞ്ഞൊരു അൽഗോരിതം. അതായത് ഇത് രണ്ടും ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അൽഗോരിതത്തിൻ്റെ പേര് പറയുന്നത്. ക്രൂസ്കൽ അൽഗോരിതവും പ്രിംസ് അൽഗോരിതം. അപ്പോൾ ഇവിടെയുള്ളത് ഡിജിസ്ട്ര, ബെൽമാൻഫോർഡ്, ലാംപോർട്സ്, ക്രൂസ്കൽ. ഇപ്പോൾ ഇവിടെ ക്രൂസ്കലാണ് കറക്റ്റ് ആൻസർ. അതിന് കൂടെ പ്രിംസ് എന്ന് പറഞ്ഞാൽ വേറൊരു അൽഗോരിതം ഉണ്ട് കേട്ടോ. മിനിമം സ്പാനിങ് ട്രീ ഈ 2 മെത്തേഡുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ക്രൂസ്കൽ അൽഗോരിതം, പ്രിംസ് അൽഗോരിതം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് കമ്പ്യൂട്ടർ സയൻസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ വീഡിയോയിലേയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസാണ് ഞാൻ പറയണത്. Which of the following Boolean algebra rule is correct? A plus AB is equal to A plus B. A plus A bar B is equal to A plus B. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇവിടെ.
ഇതിനകത്ത് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എ പ്ലസ് എ ബാർ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. അത് ബൂലിയൻ ഓൾജിബ്രയിൽ കുറേ റൂൾസ് നമുക്ക് ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ട്. ആ ഫണ്ടമെൻ്റൽ ലോസിൽ കുറച്ച് ഞാൻ പറയാം. എ ഇൻറ്റു എ ബാർ 0 ആണ്. ഇവിടെ എ ഇൻറ്റു എ ബാർ 1 എന്നല്ല നിൽക്കുന്നത്. അതിൽ ആൻസർ എ ഇൻറ്റു എ ബാർ 0 ആണ്. ദെൻ എ പ്ലസ് എ ബാർ 1. അതുപോലെ എ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എ പ്ലസ് ബി ആണ്. അതല്ല ആൻസർ എ പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എ ആണ്. അതുപോലെ എ പ്ലസ് എ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ. അതുപോലെ എ ഇൻറ്റു 1 എ പ്ലസ് 0 എ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് ഫണ്ടമെൻ്റൽ റൂൾസ് ബൂലിയൻ ഓൾജിബ്രയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, എനി മെത്തേഡ് ഫോർ കൺട്രോളിങ് ആക്സസ് ടു ഓർ യൂസ് ഓഫ് മെമ്മറി ഈസ് നോൺ ആസ്. അതായത് ആക്സസ് കൺട്രോളിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെമ്മറിയുടെ ഫങ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. മെമ്മറി മാപ്പാണോ, മെമ്മറി മാനേജ്മെൻ്റ് ആണോ, മെമ്മറി പ്രൊട്ടക്ഷൻ ആണോ, മെമ്മറി ഇൻസ്ട്രക്ഷൻ ആണോ? അത് മെമ്മറി പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ. നമുക്കത് പേരിയും തന്നെ അറിയാമല്ലോ. ആക്സസ് കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെ ഒരു മെമ്മറിയുടെ പർട്ടിക്കുലർ ഏരിയ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് മെമ്മറിയുടെ പ്രൊട്ടക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യോ അല്ലെങ്കിൽ പോസ്റ്റിലിടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പോൾ എല്ലാവർക്കും എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.